നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ മാണിക്കൻ മഞ്ഞാടി. രണ്ട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു അഭിമുഖത്തിൻ്റെ ഉദ്ദേശം. കാരണം ഏറ്റുമാനൂർ മഹാദേവൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണെങ്കിൽ പോലും അതിനെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള വളരെ വലിയൊരു ദൗത്യം അത് അവരുടെ ആശയമായി മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തെ പിന്നീട് അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങൾ. അതിലേറ്റവും പ്രധാനമായിട്ട് മനോജ് മാലം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ചോറ്റാനിക്കര ഈ ഏറ്റുമാനൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു കോർഡിനേറ്റർ ശ്രീ മഹേഷ് എസ്. ഇങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങൾ ഇടം വലം നിന്നുകൊണ്ടാണ് ഞാൻ ഈ അഭിമുഖം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം നമുക്ക് മനോജ് മാലത്തിൽ നിന്നും തുടങ്ങാം. കാരണം അദ്ദേഹത്തിന് പറയാൻ ഏറെയുണ്ട്. ഈ ഒരു വാദ്യ കലാകാരന്മാർ 1200-ൽ പരം വാദ്യ കലാകാരന്മാരെ ഈ ഉത്സവത്തിൽ 10 ദിവസങ്ങളിലായി വിന്യസിക്കുന്നതിന് വലിയൊരു കോർഡിനേഷൻ ആവശ്യമാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ മനോജിനെ ആദ്യം നമുക്ക് ക്ഷണിക്കാം. നമസ്കാരം മനോട്ട. ഏതായാലും ക്ഷേത്ര മീഡിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്ര മീഡിയയിലൂടെ തന്നെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഉത്സവത്തിന് ഈ മേള സംയോജനം എന്ന് പറയുന്ന ഒരു വലിയൊരു ജോലിയാണ്, ഒരു ദൗത്യ നിർവഹണമാണ്, ചുമതലയാണത്. അപ്പോൾ അതിനെക്കുറിച്ചും ഇനി ഈ എന്താണ് ഈ ഉത്സവത്തിന് എങ്ങനെയൊക്കെയാണ് അതിനെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഈ മേള സംയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനാണ് പ്രാധാന്യം. നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ വലുത് തന്നെയാണ്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും കൂടുതൽ സമയം നമ്മളിവിടെ ചെലവഴിക്കപ്പെടുന്നത് എഴുന്നള്ളിപ്പിനാണ്. രാവിലെ 7 മണിക്ക് എഴുന്നള്ളിച്ചാൽ ഏകദേശം ഒരു 11-11:30 വരെ എഴുന്നള്ളിപ്പാണ്. അത് കേരളത്തിലെ മികച്ച ഗജവീരന്മാരൊക്കെ നിൽക്കുമ്പോൾ ആ മുന്നിൽ ഭഗവാനെ എഴുന്നള്ളിക്കുമ്പോൾ ആ മുന്നിൽ നാദസ്വരം, തൈല്, പഞ്ചവാദ്യം മേളം നടക്കുമ്പം അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ മേളം. അപ്പം നമ്മൾ സാധാരണഗതിക്ക് നമുക്ക് ഇത്ര ഒരു വിശാലമായൊരു മേളമൊന്നും ഇവിടെ പതിവില്ലായിരുന്നു. ഒരു ദിവസം വിശേഷാൽ ഉണ്ടാവും, ബാക്കിയെല്ലാം നോർമൽ. പക്ഷേ ഈ നമ്മുടെ ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന് വന്നപ്പോൾ തന്നെ ഈ ക്ഷേത്ര അന്തരീക്ഷം ആകെ മാറി. അതിനത് വീക്ഷിച്ചപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ക്ഷേത്രത്തിന് അന്തരീക്ഷം വെച്ചിട്ട് ഇവിടെ വേണ്ടത് ആനയും എഴുന്നള്ളിപ്പും മാത്രമാണ്. ഏറ്റവും കാര്യമായിട്ട് ആനയും മേളവും ഇവിടെ നല്ല ആനയ്ക്കും മേളത്തിനും പഞ്ചവാദ്യത്തിനും ഒക്കെ ഇവിടുത്തെ അന്തരീക്ഷം തന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതില് അദ്ദേഹം വെച്ച ആശയം അത് തീർച്ചയായിട്ടും ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ ഈ അരങ്ങിൽ ചെയ്യുന്ന എന്തും ഭഗവാനുമായിട്ടുള്ള സമർപ്പിതമാണ്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ ഭഗവാനെ എഴുന്നള്ളിച്ച് നിർത്തുമ്പോൾ അതിന് മുമ്പുള്ള ആസ്വാദനം അതിനൊരു ദൈവിക തലം കൂടെ ഉണ്ട്. അതാണ് അദ്ദേഹം അതിൽ ആശയം പങ്കുവച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഇന്ന് ഏറ്റവും പ്രശസ്തരായ എല്ലാവരും, അതൊരു ഭയങ്കര ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്. വെച്ചാൽ ഇന്ന് കേരളത്തിലെ പഞ്ചവാദ്യത്തിലും മേളത്തിലുള്ള എല്ലാ പ്രഗത്ഭ മതികളും നമുക്കിവിടെ വരണം. നാളെ ഏറ്റുമാനൂർ ഉത്സവം അഡ്രസ്സ് ചെയ്ത് ലോകത്തിലെ ഉത്സവങ്ങളുടെ ഏറ്റവും വലിയ പട്ടികയിലേക്ക്, അതായത് നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ, എറണാകുളം ഉത്സവം, ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഉത്സവം. ആ ശ്രേണിയിലേക്ക് നമ്മുടെ ഉത്സവത്തെ എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഏകദേശം മഹാദേവന്റെ അനുഗ്രഹം നിമിത്തം ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കലാകാരന്മാരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 1200-ൽ പരം കലാകാരന്മാർ എല്ലാ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. മടത്തിൽ വരവിന്റെ പ്രമാണിയായിട്ടുള്ള കോങ്ങാട് മധുവാശാനുണ്ട്, ചെറുപ്പളശ്ശേരി ശിവാശാൻ, അതുപോലെ പെരുവനം കുട്ടേട്ടൻ 24 വർഷത്തോളം രഞ്ജിത്രമേള പ്രമാണിയായിരുന്നു. ഇപ്പൊ പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാറ്, അതുപോലെ തന്നെ 24 വിജയൻ ചേട്ടൻ, ഈ പാറമേക്കാവ് വളരെ വർഷക്കാല പ്രമാണിയായിരുന്നു, വൈക്കം ചന്ദ്ര, അതുപോലെ മറ്റേ പരക്കാട് തങ്കപ്പേട്ടൻ, സുഭാഷ് നാരായണ, അദ്ദേഹം ഏറ്റവും ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് കേരളത്തിന് തന്നെ. നമ്മൾ ഇവരെ ആരും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, അങ്ങേക്കും അറിയാം, ഒരു വിവരം വേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള എല്ലാവരും അവരെ എത്തിക്കാൻ പറ്റി, അതിന്റെ ഒരു ഭാഗമായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മഹാഭാഗ്യമായി കഴിയും. ഈശ്വരാധീനമുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അതുപോലെ പത്മശ്രീ ലഭിച്ച 3 പത്മശ്രീകളുടെ അല്ലെ പത്മദളങ്ങൾ 3 ആളാണ് നമ്മുടെ മേളത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പത്മവിഭൂഷൺ കേശചിത്ര ലോകത്തിന്റെ തന്നെ, ഇന്ത്യയുടെ വാനമ്പാടിയാണ്, കേരളത്തിന് വാനമ്പാടിയാണ്. അപ്പം കേശചിത്രയുടെ ഒരു പരിപാടി നമ്മുടെ വേദിയിൽ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എഴുന്നള്ളിപ്പും നമ്മുടെ തിരുവരങ്ങും എല്ലാം ഭഗവാന്റെ അകത്ത് തന്നെയാണ്.
മതിൽക്കകത്താണ്. അതാ ഇവിടുത്തെ പ്രത്യേകത. നല്ല ക്ഷേത്രങ്ങളിലാണ് ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ പുറത്തായിരിക്കും. അപ്പൊ ഇവിടെ അതും അകത്താണ്. അവിടെയും ഒരു ഭഗവത് സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിലെ ഒരു ഭക്തി ഗാനമേളകളും എല്ലാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും ക്ഷേത്ര ആചാരത്തിൽ ഒതുങ്ങപ്പെടുന്ന നല്ല രീതിയിൽ, അതായത് മറ്റൊരു ആ ശ്രേഷ്ഠതയെ, അതാണ് ഇവിടുത്തെ ബഹുമാനായ പ്രസിഡന്റ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ആ അനുഷ്ഠാനം നിലനിർത്തിക്കൊണ്ടാണ് നമ്മളെല്ലാ പരിപാടി, അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ഇതുമില്ല. അപ്പൊ അത് ഒരു മഹാഭാഗ്യം. എന്തായാലും അങ്ങക്കറിയാം, നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ എല്ലായിടത്തും ക്ഷേത്ര മീഡിയ ലൈവായിട്ട് ചെയ്യുന്നല്ലേ. അപ്പൊ ഞങ്ങൾ അത് ആവശ്യപ്പെടാൻ കാര്യമാണ് ക്ഷേത്ര മീഡിയ ആവശ്യപ്പെട്ടത്. ക്ഷേത്ര മീഡിയയിലെ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഒരു ചാനലാണ്. മറ്റുള്ള ഒരു ചാനലിൽ ഇതിനെ കുറിച്ചൊരു വാർത്തയിട്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്ററോട് ഞങ്ങൾ ആവശ്യപ്പെട്ട്, കോർഡിനേറ്ററോട് ആവശ്യപ്പെട്ടതാണ്, നമുക്ക് ക്ഷേത്ര മീഡിയ വേണം. നമ്മൾ എന്ത് ഇവിടെ ചെയ്താലും ഭഗവാന് വേണ്ടി ചെയ്യുന്ന ലോകം അറിയുമ്പോഴേ, അതിനൊരു ദൃശ്യത്തിലൂടെ അറിയുമ്പോഴാണ് പൂർണ്ണത വരുത്തുന്നത്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്തായാലും ആ സാന്നിധ്യവും കൊണ്ട് അത് പൂർണ്ണമാകട്ടെ. തീർച്ചയായിട്ടും ക്ഷേത്ര മീഡിയയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു അംഗീകാരം കൂടിയാണ് മനോജ് മാലത്ത് നിന്ന് നമ്മൾ കേട്ടത്. കാരണം നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കുന്നത്, അല്ലാതെ ഞങ്ങളിൽ ഒരു മഹത്വവും കൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ ഈശ്വരാധീനം, ശ്രേഷ്ഠമായ ആരാധനാലയങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചരണം, അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര മീഡിയ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മികച്ച ചാനലായി, ഓൺലൈൻ ചാനലായി, യൂട്യൂബ് ചാനലായി മാറിയിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടേതായ എപ്പോഴും സ്നേഹവും കടപ്പാടുമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തെ കൂടി പരിചയപ്പെടുത്താം. ശ്രീ മഹേഷ് എസ്. അദ്ദേഹം ഇതിൻ്റെ കോർഡിനേറ്ററാണ്. ഇത് ഇപ്പോൾ മനോജ് മാലം പറഞ്ഞതുപോലെ ഒരു ഈശ്വരാധീനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. ആ ഒരു ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് ഓടി നടന്ന്, ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ രാത്രി വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ഓടി നടക്കുകയാണ്. പലരുമായി സംസാരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു 100 പേരുടെ കോള് വരുന്നു, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നു. ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മഹാ വെല്ലുവിളിയാണ്. നമസ്കാരം മഹേഷ് ജി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് ഭഗവാൻ തരുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഏൽപ്പിക്കുകയാണ് ഒരാളെ, ഒരു നിയോഗം പോലെ. അപ്പൊ അത് നിറവേറ്റുന്ന കാര്യത്തിൽ അങ്ങേക്ക് സംതൃപ്തിയോടുകൂടി എന്താണ് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്? മഹാഭാഗ്യം. അതാണ് ഏറ്റുമാരപ്പൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ഇങ്ങനെങ്കിലും സേവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. ഭയങ്കരമായിട്ട് വിഷമം വരുമോ? നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നമുക്ക് ഭഗവാനെ സേവിക്കുക എന്നുള്ളതല്ല വേറെ. തീർച്ചയായിട്ടും ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതായത് ഈ അരവിന്ദ് സാറ് വന്നത് ജൂലൈ മാസത്തിൽ, അതായത് 7ാം മാസം അദ്ദേഹം വന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു ഉത്സവം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം അന്നിട്ട് തൊട്ട് പുള്ളി പറഞ്ഞു നമുക്ക് ഉത്സവം. ഞാൻ പറയുന്നത് ഉത്സവ പൂർണ്ണം കഴിഞ്ഞേ ഉള്ളൂ, പുള്ളി വന്നേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഉത്സവത്തെ ആലോചിക്കാം. അപ്പം നമ്മൾ ആ പഴയ ഉത്സവത്തിന്റെ മൂടിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക്, അപ്പം ഞാനങ്ങനെ ഉഴപ്പി പോയി. പുള്ളി വിടുന്നില്ല. പുള്ളി പുറകെ നമ്മുടെ പുറകെ നടക്കുക. അങ്ങനെ മഹേഷ് നമുക്ക് ഉത്സവത്തിന്റെ കാര്യം എങ്ങനെയാണ് അത് നമുക്ക്. അപ്പൊ പുള്ളിക്ക് അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ഇതിനോടൊരു താല്പര്യം വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ പ്രാവശ്യം ഉത്സവം ഇത്രയും നമ്മൾ ഗംഭീരമാക്കാന്ന ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത്, നമുക്ക് ഇതൊന്ന് മാറ്റി ചിന്തിക്കാൻ മേലെ. അപ്പം നമുക്കൊരു നല്ലത് എന്നുള്ള ചിന്ത നമ്മളെന്നാലും അത് അത്ര ഇതായിട്ട് എടുത്തില്ല. പക്ഷെ അത് പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞപ്പോ പിന്നെ നമുക്ക് അതിനോടൊരു താല്പര്യമായി. പിന്നെ ഞാൻ ഇപ്പൊ ശരിക്കും ഒരു 5 മാസമായിട്ട് ഞങ്ങൾ ഈ ഉത്സവത്തിന് പുറകാണ്. ഉത്സവം ആദ്യം ആനയെ തുടങ്ങി. ആനയെ നമുക്ക് കിട്ടാവുന്ന ആനകളൊക്കെ നമ്മൾ ഈ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആനമാരെല്ലാം പുള്ളി വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് എന്നാൽ നമുക്ക് ആന വരുമ്പോഴത്തേന് നമുക്ക് അമ്പലത്തിന് ഭഗവാൻ ഈ ഉത്സവത്തിനകത്ത് മതിൽക്കകത്താണ് എപ്പോഴും എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അപ്പൊ നമുക്ക് 100% നമുക്ക് ഉറപ്പുള്ള ആനകളെ മാത്രമേ മതിൽക്കകത്ത് കയറാൻ പറ്റുള്ളൂ. അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനുള്ള സ്ഥലമില്ല. അപ്പൊ എല്ലാം ചിന്തിച്ചിട്ട് ആനകളെ നമ്മൾ ചെയ്തു. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ വലിയ ആനകൾ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മൾ താഴെ നിന്നാണ് ആദ്യമേ നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ താഴെ നിന്നാണ് ഓരോ 10ാം ഉത്സവത്തിനാണ് നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്തത്, പിന്നെ 9ന്റെ ബുക്ക് ചെയ്തത്, അങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നല്ല ഉണർവ് വന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും മാറ്റം വേണം. അതായത് ഒരു ഇത് മാത്രമല്ല, എല്ലാത്തിനും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം നോട്ടീസ് എഴുതാൻ തന്നെ അറിയാം, തീരുമാനം ചട്ടത്തിൽ ഇതുപോലെ നോട്ടീസ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആവശ്യമില്ലാത്ത അതൊന്നും വേണ്ട, ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മേളക്കാരെന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അതൊക്കെ. അപ്പൊ അവർക്കുള്ള കൊടുക്കുക, പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, വഴിപാട് കാര്യങ്ങളൊക്കെ പരിപാടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് മേളക്കാര്. അപ്പൊ നമ്മളിങ്ങനെ പരിപാടി ഇങ്ങനെ ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേനാണ് നിങ്ങളുടെ ഉത്സവത്തിന്റെ മേളം. നമുക്ക് മേളത്തെ കുറിച്ച് നമുക്ക് അത്ര കാഴ്ചപ്പാടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മാലം മനോജ്, ഞാൻ മനോജ് ചോദിച്ചു ആരെ നമ്മളാളുണ്ട് മാലം മനോജ്
ഈ അങ്ങോട്ടൊക്കെ പോയി വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വടക്കോട്ടൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൾക്കാരെ ഈ ശിവനാശാനെ പോലുള്ള ആൾക്കാരെ കിട്ടണമെങ്കിൽ അദ്ദേഹമായിട്ട് അത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ അത്രയും ബന്ധപ്പെട്ട് ഇവിടുന്ന് അദ്ദേഹമായിട്ട് അത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഒന്ന് വരാനോ വിളിക്കാനോ നമുക്കൊന്ന് നേരിട്ട് വിളിക്കാൻ കോൺടാക്റ്റുകൾ വേണം അതിനൊക്കെ. അത് മനോജ് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ എല്ലാ കാര്യം അകത്തെ ചടങ്ങുകൾക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ഏറ്റവും നല്ലത് നമ്മൾ കാഴ്ചപ്പന്തൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പല അവരെ വിളിച്ച് പറഞ്ഞ് അവര് ആദ്യമൊക്കെ അവർക്ക് മടിയാം. കാരണം നമുക്ക് 10 ദിവസം വേണം. അവരെ സംബന്ധിച്ച് അവർക്കത് ഒറ്റ ദിവസം ചെയ്യുന്ന സാധനം അത്. നമുക്ക് 10 ദിവസം വേണം. നമ്മുടെ പന്തലിൽ നിന്ന് ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ കൊടിമരത്തിന് മുകളിൽ പോകാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നം. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ വേണം മറ്റുള്ള സ്ഥലത്ത് എവിടെ വേണം എന്തോരം വെള്ളം കെട്ടിവിടാം. നമുക്ക് നമ്മുടെ കുടുംബത്തിന് മുകളിൽ സാധനം പോകാൻ പാടില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി പരിമിതിയുണ്ട്. നമ്മുടെ കുടുംബത്തിന് മുകളിൽ നമുക്കൊരു സാധനം പോകാൻ പാടില്ല. അപ്പം നമ്മൾ തന്ത്രിയായിട്ട് ആലോചിച്ച് തന്ത്രിയോട് ചോദിച്ച് അദ്ദേഹത്തിന് സമ്മതം മേടിച്ചതിന് ശേഷമാണ് അദ്ദേഹം തന്ത്രി പറഞ്ഞാൽ അത് കുടുംബത്തിന് താഴെ നിൽക്കണം. അത് ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കണ്ടറിയാം. പക്ഷെ നമ്മളിപ്പോ അത് കൊടിമരത്തിന് താഴേക്ക് നിൽക്കാനുള്ള പൊങ്ങി പോകില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ് നമ്മളതെല്ലാം. അപ്പം കുറേ ദിവസത്തെ വർക്കാ അത് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു വടക്കാഞ്ചേരി നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇതിലും നമ്മൾ ഉത്സവം ഏറ്റവും ഭംഗിയാക്കുക, ഏറ്റവും ഭംഗിയാക്കാനുള്ള ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മഹാസംതൃപ്തിയോടുകൂടി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ മകേഷ്, മഹാഭാഗ്യം. എനിക്ക് കിട്ടിയതൊരു മഹാഭാഗ്യമെന്ന്. ഇത് പറയുന്നതാണ് ആ മനസ്സിൻ്റെ വലിപ്പം. കാരണം ഇവിടെ മനോജ് മാലം പറഞ്ഞ പോലെയും മകേഷ്ജി പറഞ്ഞ പോലെയും ഒക്കെ ഇതൊരു ഈശ്വരാധീനമായിട്ട് വീണ് കിട്ടുന്ന അവസരങ്ങളാണ് നമുക്ക്. അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ട് അത് എത്രത്തോളം നിങ്ങൾ നിർവഹിക്കുന്നു എന്ന് ഭഗവാന്റെ ഒരു പരീക്ഷണം ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണോ അതായിരിക്കും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. അപ്പോൾ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടുന്ന് തരട്ടെ. അല്ലെങ്കിൽ അതെ ഇവിടുന്ന് 10 ദിവസമുണ്ട്. അപ്പോൾ ആ 10 ദിവസവും ഇതേ ഊർജ്ജസ്വലതയോടുകൂടി ഇതേ ആവേശത്തോടുകൂടി ഒട്ടും ചോർന്നു പോകാതെ ഈ ഉത്സവത്തിൻ്റെ ഗരിമയും പൂർവ്വകാല പ്രതാപങ്ങളെ നിലനിർത്തിക്കൊണ്ട് വരുംകാലത്തിന് വേണ്ടി വേറിട്ട വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ കാഴ്ചവെക്കുവാൻ എന്താ പറയുക, മനസ്സും ശരീരവും സമർപ്പിക്കുന്ന ഇവരുടെ പ്രതിനിധികളും ഇവരോടൊപ്പം നിൽക്കുന്നവരും എല്ലാവർക്കും ക്ഷേത്ര മീഡിയ ആശംസകൾ നേരുന്നു. നമ്മുടെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഇവിടെയുള്ള ഒരു കുറെ നല്ലവരായ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മളെ അത് വളരെ സഹായിച്ചു. നമ്മുടെ ഫണ്ടിങ് നമ്മൾ ആദ്യമായിട്ട് ഈ ഫണ്ടിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് പൈസ എന്ന് പറയുന്നത് ഫണ്ട് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ മനസ്സിലാപ്പാടെ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. എന്ത് ചെയ്യും ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നമുക്ക് സഹായിച്ച ഒരു കൂട്ടം ഭക്തജനങ്ങളുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അവിടെ ഈശ്വരന്റെ ഈ ഒരു തിരുനടയിൽ നടക്കുന്ന തിരുവുത്സവത്തിന് ഒരു തരത്തിലുമുള്ള കോട്ടം വരാതെ നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത് ഭഗവാന്റെ ഈശ്വരാംശമായ ജനങ്ങളാണ്, ഭക്തജനങ്ങളാണ്. അവരുടെ അകമഴിഞ്ഞ സംഭാവനയും ധനപരമായിട്ടുള്ള സമീപനവും കൊണ്ട് മാത്രമാണ് ഈ ഉത്സവത്തിൻ്റെ മോടി കൂട്ടാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു പ്രാർത്ഥനയും ഇവരുടെ സമീപനവും അവർക്കെന്നും ബലമാകട്ടെ, കരുത്താകട്ടെ എന്ന് ക്ഷേത്ര മീഡിയ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആശംസിക്കുന്നു. അവിടെ എന്താ പറയുക, നല്ല ഏറ്റവും രണ്ടുപേർക്ക് അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ക്ഷേത്ര മീഡിയ ഏറ്റുമാനൂരിൽ നിന്നും വിനോദ് ചന്ദ്രനൊപ്പം മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ.